രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള SFIയുടെ പ്രതിഷേധം, അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിന് മുന്നിൽ പാലക്കാട്ട് പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചിരുന്നു. ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ച സമയത്താണ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. അതിനുശേഷം പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഓഫീസിന് മുന്നിൽ ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഒപ്പം ജില്ലയിലെ പ്രമുഖ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീജിത്ത്, തുടരൂ. എന്താണിപ്പോൾ ഇനിയിപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും, എന്താണ് വിവരങ്ങൾ? ഈ അല്പസമയത്തിനകം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. PS സഞ്ജീവ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നാണ് പോലീസും ആശങ്കപ്പെടുന്നത്. എന്നാലും കൂടുതൽ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ സംഘർഷത്തിൻ്റെ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. DYSP മുനീർ, അദ്ദേഹത്തിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാലിന് പരിക്കുണ്ട്. ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി SP ബിൻ സംസാരിക്കുകയാണ്. ശേഷം ഉദ്ഘാടനം PS സഞ്ജീവ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും. സാഹചര്യത്തിലേക്കാണ് ഇപ്പോ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, ഫേസ്ബുക്കിലൂടെ അയക്കുന്നു, വാട്സപ്പിലൂടെ അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ അയക്കുന്നു. പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കുന്ന നരമ്പുരോഗിയായി പാലക്കാടിലെ MLA മാറി. ഞങ്ങൾ ഇങ്ങോട്ട് പ്രതിഷേധം നടത്തിയത് നിങ്ങൾ രാജിവെക്കണമെന്ന് മാത്രം പറയാനല്ല, നിങ്ങൾ ഇനി ഈ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തരുത് എന്ന് പറയാൻ കൂടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു ട്രാൻസ്ജെൻഡറിനെ അടക്കം പറയാൻ മാനക്കാട് തോന്നുന്ന തരത്തിൽ മൃഗീയമായി പീഡിപ്പിക്കുന്നത് പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഞങ്ങളുടെ സഖാക്കൾ ഇവിടെ വിളിച്ച മുദ്രാവാക്യം കോഴി എന്നുള്ളതാണ്. ഞങ്ങൾ അതിന്റെ നേതൃത്വം ആ മുദ്രാവാക്യത്തെ തിരുത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. കോഴി മനുഷ്യന് ഒരുപാട് ഗുണമുള്ള ജീവിയാണ്. ആടിനും വീടിനും ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പോലും ഒരു ഉപകാരവുമില്ലാത്ത ഇവനെ പോലെയുള്ള തെമ്മാടികളെ ആ ജീവിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ തിരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവൻ ഏറ്റവും പെട്ടെന്ന് രാജിവെച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോകണം. അതല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയേക്കാൾ അപകടകരമായിട്ടുള്ള ഇയാൾ മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ പറയുന്നത് പോലെ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരോട് പരാതി പറഞ്ഞാൽ അവരെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. പാവപ്പെട്ട കോൺഗ്രസ്സുകാർ എവിടെയാണ് പോയി പറയുക? കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, കോൺഗ്രസ്സുകാരുടെ നേതാക്കളുടെ മക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് കാലുകുത്തരുത് എന്നുള്ളതാണ് SFIയുടെ ആവശ്യം. രാജിവെക്കുക എന്നുള്ളത് മാത്രമല്ല ആവശ്യമെന്ന് പറയുകയാണ്. ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച്, അതിൽ നേതാക്കൾ സംസാരിക്കുകയാണ് ഇപ്പോൾ.